السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ മുഅ്മിനുകളെ, ഖുതുബ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അല്ലാഹുമ്മ അൻത ഫിഖതുന. ഏതു വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും എത്രയും വലിയ വിഷമഘട്ടങ്ങളിലും റബ്ബിനെ ഓർത്ത് ജീവിക്കുക, റബ്ബിനെ തവക്കുല് ചെയ്യുക. മുഴുവൻ കരുത്തും റബ്ബിനാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോടൊപ്പമുണ്ട് എന്ന ചിന്തയാണ് നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. ആദ്യമായി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ് ഖുതുബ. യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു വസ്വാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ ക്ഷമയോടെ പ്രവർത്തിക്കുക, സത്യസേവനത്തിന് സന്നദ്ധരാവുക, അള്ളാഹുവിനോട് ഭക്തിയുള്ളവരായി ജീവിക്കുക, എങ്കിൽ നിങ്ങൾ വിജയികളിൽപ്പെട്ടേക്കാം എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തുന്നു. വിജയിച്ചവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ആദ്യമായി ഒരു ഈമാനികമായ മൂല്യത്തെക്കുറിച്ചാണ് ഖുതുബ നമ്മെ ഉണർത്തുന്നത്. ആ ഈമാനികമായ മൂല്യങ്ങൾ പിന്തുടർന്നുകൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഒരു അടിമ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വലിയ സമാധാനമുണ്ടാകും. ആ ഈമാനികമായ മൂല്യം ഒരു കുടുംബത്തിൽ വരികയാണെങ്കിൽ ആ കുടുംബത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവുമായിരിക്കും. ഒരു സമൂഹമാണ് ആ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഉന്നതമായ പദവി അലങ്കരിക്കുന്ന ആളുകളായി ആ സമൂഹത്തിൻ്റെ ആളുകൾ മാറും. ഏതാണ് ആ ഈമാനികമായ മൂല്യം? അള്ളാഹുവിനെക്കുറിച്ച് നല്ലതു മാത്രം വിശ്വസിക്കുക. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് നല്ലതു മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ചെയ്യൂ എന്നൊരു ആത്മവിശ്വാസമാണ് നാം പിന്തുടരേണ്ടത്. കാരണം ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈ, സകല വസ്തുക്കളുടെയും പരമാധികാരം റബ്ബിനാണ്. അങ്ങനെയുള്ള റബ്ബ് പരിശുദ്ധനാണ്. ഒരടിമക്ക് ഏറ്റവും നന്മയിലൂതിയ വഴികൾ മാത്രമാണ്, നന്മ മാത്രമാണ് സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് നൽകുകയുള്ളൂ. നാം കടന്നു പോകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളും അത് റബ്ബിൻ്റെ വിധിയാണ്. കുല്ലൻ യുസ്വീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു വിധിച്ചതല്ലാതെ ലോകത്തൊന്നും സംഭവിക്കുകയില്ല. പ്രവാചക ശ്രേഷ്ഠന്മാരുടെ ചരിത്രം നാം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അവരുടെ പ്രാരംഭകാലത്ത്, അവരുടെ തുടക്കകാലത്ത് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളും വിഷമകരമായ കാലങ്ങളൊക്കെ കഴിഞ്ഞുപോയി. വിജയത്തിൻ്റെ പാന്താവുകൾ, വിജയത്തിൻ്റെ വഴികൾ തേടിപ്പിടിച്ചവരാണ് പ്രവാചക ശ്രേഷ്ഠന്മാരും സ്വഹാബത്തുൽ കിറാമും ഇസ്ലാം ആദരിച്ച സ്കോളേഴ്സൊക്കെയും. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പ്രിയപ്പെട്ട ഭാര്യ ഹാജറ റളിയല്ലാഹു അൻഹായെയും അവിടുത്തെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും തനിച്ചാക്കി മക്ക താഴ്വരയിൽ തനിച്ചാക്കി, ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ തനിച്ചാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട ബീവി ഹാജറ റളിയല്ലാഹു അൻഹ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, അല്ലാഹുല്ലദീ അമറക ബിഹാദാ, അല്ലാഹുവാണോ നിങ്ങളോടിങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചത്? ആരാരുമില്ലാത്ത മക്ക താഴ്വരയിൽ, ഒരു ജനങ്ങളുമില്ലാത്ത മക്ക താഴ്വരയിൽ തനിച്ചാക്കി ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ നിങ്ങൾക്കുണ്ടായത് എന്ന് ഹാജറ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നൽകുന്ന മറുപടി നഅം, അതെ. അപ്പോൾ ഈമാനിക ദൃഢവിശ്വാസമുള്ള റബ്ബിനെ തവക്കുല് ചെയ്യുന്ന ബീവി ഹാജറ റളിയല്ലാഹു അൻഹ ഭർത്താവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് നൽകുന്ന മറുപടി എത്ര വ്യക്തമാണ്, എത്ര വലിയ റബ്ബിലുള്ള വിശ്വാസത്തിൽ ആഴ്ന്നുറങ്ങിയ വിശ്വാസത്തിൻ്റെ വാക്കുകളാണ് മഹദി മറുപടി നൽകുന്നത്. മഹദി പറയുന്നു, ഇദല്ലാ യുദയ്യിഉനല്ലാഹ്, അങ്ങനെയാണെങ്കിൽ അള്ളാഹു എന്നെ കഴിവിടുകയില്ല, എന്നെ വഴി ആധാരമാക്കുകയില്ല എന്ന വിശ്വാസം മഹദിയായ
ഹാജറ റളിയല്ലാഹു അൻഹ മുറുകെ പിടിച്ചപ്പോൾ ഒരു പ്രവാചകരുടെ മാതാവായി, പ്രവാചകരുടെ ഭാര്യയായി ഹാജറ ബീവി റളിയല്ലാഹു അൻഹ പ്രശംസിക്കപ്പെട്ട ഏറ്റവും വലിയ ലോകത്ത് അറിയപ്പെട്ട വനിതകളിൽ, സ്ത്രീകളിൽ, ഉമ്മയിൽ ഹാജറ ബീവി റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സ്ഥാനം നൽകുകയാണ്. വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾക്ക് ഗുണകരമായി ഉള്ള ഒരു കാര്യം ആദ്യം നിങ്ങളതിനെ വെറുത്തേക്കാം. ചിലപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് ഗുണമുള്ളതായിരിക്കാം, നല്ലതായിരിക്കാം, പക്ഷേ നിങ്ങൾക്കാദ്യം അത് കയ്പുള്ളതാകാം, നിങ്ങൾ വെറുക്കുന്നൊരു കാര്യമായിരിക്കാം എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം. മൂസാ നബി അലൈഹിസ്സലാമും അവിടുത്തെ അനുചരന്മാരും ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടാൻ നാട് വിട്ടോടുമ്പോൾ തൊട്ടുപിറകെ ഫിർഔനും അവിടുത്തെ പട്ടാളക്കാരും മൂസാ നബി അലൈഹിസ്സലാമിനെയും അവിടുത്തെ അനുചരന്മാരെയും പിടികൂടാൻ എത്തുന്ന സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കൂടെയുള്ള ആളുകൾ പറയുകയാണ്, ഇന്നാ ലമുദ്റഖൂൻ, ഞങ്ങൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞു എന്നൊരു സങ്കടം അവരവിടെ പറയുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അവരോട് നൽകുന്ന മറുപടി ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാഹു ആകുന്ന റബ്ബിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തൻ്റെ കൂടെയുള്ളവർക്കും ധൈര്യം നൽകിക്കൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് സമാധാനം വർഷിപ്പിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം നൽകുന്ന മറുപടി, കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, നാം ഒരിക്കലും പിടിക്കപ്പെടുകയില്ല, എൻ്റെ കൂടെ, നമ്മുടെ റബ്ബുണ്ട് എന്ന് മൂസാ നബി അലൈഹിസ്സലാം ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ഈമാനാകുന്ന വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് കൂടെയുള്ളവർക്ക് മോട്ടിവേറ്റ് നൽകുകയാണ്, ധൈര്യം നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നമ്മെ ഉണർത്തുന്നു, വഅൻജൈനാ മൂസ വമൻ മഅഹു അജ്മഈൻ. മൂസാ നബി അലൈഹിസ്സലാമിനെയും കൂടെയുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു രക്ഷപ്പെടുത്തുന്നു. ആ നൈൽ നദി രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാക്കി, വലിയ മുഅ്ജിസത്തിൻ്റെ മാർഗമാക്കി മൂസാ നബി അലൈഹിസ്സലാമിനെയും അവിടുത്തെ അനുചരന്മാരെയും രക്ഷപ്പെടുത്തലിൻ്റെ വഴിയിലൂടെ അള്ളാഹു അവരെ രക്ഷിക്കുകയാണ്. അതാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ തവക്കുൽ ചെയ്താൽ, മുറുകെ പിടിച്ചാൽ വിജയത്തിൻ്റെ വഴി നമുക്ക് റബ്ബ് നൽകുമെന്ന കാര്യത്തിൽ സംശയം ഇല്ല. അതുതന്നെയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ വേളയിൽ ഗാറു സൗറിൽ ഒളിഞ്ഞിരിക്കുന്ന സമയത്ത് സങ്കടപ്പെട്ടുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ശത്രുക്കൾ ഒരുപക്ഷേ അവരുടെ കാൽ ഭാഗത്തേക്ക് നോക്കിയാൽ ഞങ്ങൾ പിടിക്കപ്പെടുമെന്ന് ഞാൻ ഭയക്കുന്നു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സയ്യിദുന അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്ന മറുപടി, മാ ളന്നുക യാ അബാ ബക്രിൻ ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ. അല്ലാഹു കൂട്ടത്തിലുള്ള, അല്ലാഹുവിൻ്റെ സഹായം ഉറപ്പായി ലഭിക്കുമെന്ന ഉറപ്പുള്ള രണ്ടാളുടെ കാര്യത്തിനാണോ അബൂബക്കറെ നീ ചിന്തിക്കുന്നത്, നീ വിചാരിക്കുന്നത്? റബ്ബ് ഞങ്ങളെ രക്ഷിക്കുമെന്ന കാര്യത്തിൽ സംശയം ഇല്ല. അവിടെയും അല്ലാഹു സുബ്ഹാനഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് പിടികൊടുക്കാതെ അവരെ രക്ഷപ്പെടുത്തിയതും റബ്ബാണ്. അതാണ് പ്രവാചക ശ്രേഷ്ഠന്മാരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെയും അവിടുത്തെ അനുചരന്മാരെയും സമൂഹത്തെയും നമ്മയും പഠിപ്പിക്കുന്നത്, ഏതു വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ഈമാനാകുന്ന ക്ഷമ കൊണ്ട് അതിനെ ക്ഷമിച്ചുകൊണ്ട് നിന്നാൽ വലിയ വലിയ വിജയത്തിൻ്റെ വഴികൾ നമ്മെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിജയത്തിൻ്റെ വഴികൾ അള്ളാഹു നമുക്ക് നൽകട്ടെ. എപ്പോഴും റബ്ബിനെക്കുറിച്ച് പോസിറ്റീവായുള്ള മെൻറ്റാലിറ്റിയോടെയാണ്, മൈൻഡിലൂടെയാണ് അള്ളാഹുവിനെ നാം ഓർക്കേണ്ടത്. കാരണം അന ഇൻദ ളന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും അവന് ഞാനെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. റബ്ബിനെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുക. വഅക്സിറൂ മിൻ ദുആഇ, ധാരാളം ദുആ ചെയ്യുക.
ഏത് വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കണം, നിങ്ങൾക്കുള്ള ഉത്തരവും നിങ്ങൾക്കുള്ള സഹായം ഞാൻ തരുമെന്ന് അള്ളാഹു തന്നെ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം ദുആ ചെയ്യണം. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങൾ മാറിക്കൊണ്ട് സമാധാനത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല ദുആ, വിധിയെ മാറ്റിയെഴുതാൻ കെൽപ്പുള്ള ഒരു ആയുധം മാത്രമേ ലോകത്തുള്ളൂ, അത് നമ്മുടെ ദുആ മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല വിജയിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.